ഈ യൂണിവേഴ്സിറ്റിക്ക് എന്നോട് എന്തോ വിരോധമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം സെംവൈസ് ഗ്രേഡ് കാർഡിന് അപ്ലൈ ചെയ്ത് വന്നതാ കൺസോൾഡേറ്റ്. എനിക്കെന്തിനാ 2 കൺസോൾഡേറ്റ്? ഞാൻ 3 മാസം മുമ്പ് ഒരു കൺസോൾഡേറ്റ് വാങ്ങിച്ചേ. ഇനി ഇത് മാറിയെടുക്കാൻ വേണ്ടി ഞാൻ വീണ്ടും MG യൂണിവേഴ്സിറ്റി പോകണം. സെംവൈസ് ഗ്രേഡ് കാർഡിന് ഏകദേശം 3600 രൂപയായി. കൺസോൾഡേറ്റിന് 1500 രൂപ വരുന്നുള്ളൂ. ഇനി ഇതിനാണെങ്കിൽ 6 മാസം വരെ വാലിഡിറ്റി ഉള്ളു. പിന്നെ ഇവർ എന്നാ ഓർത്താണ് എനിക്ക് അടിച്ചു തന്നെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കിട്ടിയപ്പോൾ തന്നെ അവരെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു സംഭവം റെഡിയാക്കിയിട്ട് വിളിക്കുകയെന്ന്. അപ്പം ഞാൻ ഗ്രേഡ് കാർഡിന് അപ്ലൈ ചെയ്തിട്ട് ഏകദേശം 15 ദിവസമായി. 15ാമത്തെ ദിവസം വന്നത് കൺസോൾഡേറ്റ്. പക്ഷേ ഇത് 2 ദിവസം കൊണ്ടുപോകാൻ അടിച്ചു വെച്ച്. കാരണം അവരുടെ മിസ്റ്റേക്ക് ആണല്ല. MG യൂണിവേഴ്സിറ്റിക്ക് സപ്ലൈ ചെയ്താൽ കൊടുത്ത കാശുണ്ടായിരുന്നെങ്കിൽ എനിക്ക് പുതിയൊരു കാറ് വാങ്ങായിരുന്നു. പിന്നെ അത് മാത്രമല്ല, സർട്ടിഫിക്കറ്റിന് വേണ്ടി ഞാൻ 20,000 രൂപയും കൂടി കൊടുത്തു. പിന്നെ എനിക്ക് വേറൊരു രഹസ്യം കൂടി പറയാനുണ്ട്. ശരിക്കും നമ്മൾ ലാസ്റ്റ് സെമ്മിന്റെ എക്സാം ഫീസിന്റെ കൂടെ കൺസോൾഡേറ്റിന്റെ ഫീസും കൂടി അടക്കണമല്ലേ? പക്ഷെ നമ്മൾ സപ്ലൈ അടിച്ചു കഴിഞ്ഞാൽ ആ പൈസ മുങ്ങിപ്പോവും. പിന്നെ നമ്മൾ വീണ്ടും കൺസോൾഡേറ്റിന് 1500 രൂപ അടക്കണം. ശരിക്കും ഈ പൈസയൊക്കെ എങ്ങോട്ടാ പോകുന്നത്? എന്തായാലും എനിക്ക് സാധനം കിട്ടി. ഇത്രയും പേപ്പർ കിട്ടാണ്ടായിരുന്നു. എന്നിട്ടാണ് 2 പേപ്പർ തന്നെ എന്നെ പറ്റിക്കാൻ നോക്കിയത്. അങ്ങനെ ഗ്രേഡ് കാർഡിന് ചെലവും എല്ലാം കൂടി കൂട്ടി ഏകദേശം ഒരു 4000 രൂപയായി.